ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ മലയാളമാണ്. കേരള പാഠാവലി ഭാഗം 2 പാഠപുസ്തകം കേട്ടോ. രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കാണ്. അതിൽ തന്നെ 4ാമത്തെ യൂണിറ്റ് അരങ്ങൊരുക്കും വർണ്ണക്കാഴ്ചകൾ എന്ന യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്റർ ചിത്രശലഭങ്ങൾ എന്നാണ് നമ്മുടെ പാഠത്തിന്റെ പേര്. അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ കണ്ടെത്താൻ പറയാം എന്നുള്ളതിൽ 3 ക്വസ്റ്റ്യൻസ് ആണ്, 3 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. അതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ചിത്രശലഭങ്ങളെ കവി ആരായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? ഉത്തരം, 2 കൈയിലും ചിത്രങ്ങൾ പിടിച്ച് പറന്നു നടക്കുന്ന ചിത്രകാരന്മാരും ചിത്രകാരികളുമായിട്ടാണ് കവി ചിത്രശലഭങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അടുത്തത്, ഏതു കാലത്താണ് അവർ കയ്യിൽ ചിത്രങ്ങൾ ഇല്ലാതെ കഴിഞ്ഞത്? ഉത്തരം, ജനിച്ചയുടനെ പുഴുക്കളായി കഴിഞ്ഞ കാലത്താണ് അവർ കയ്യിൽ ചിത്രങ്ങളില്ലാതെ കഴിഞ്ഞത്. അടുത്ത ചോദ്യം, മനുഷ്യർ വലുതാകുമ്പോൾ എന്തു സംഭവിക്കുന്നു എന്നാണ് കവി പറയുന്നത്? ഉത്തരം, ചിറകുകൾ കൊഴിയുകയും പിന്നീട് പുഴുവിനെ പോലെ ഇഴഞ്ഞു നടക്കുകയും ചെയ്യുന്നു. ഇനി ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ ചോദ്യമാണ്, 2 കൈയിലും ചിത്രങ്ങൾ പിടിച്ച് പറന്നു നടക്കുന്ന ചിത്രകാരന്മാരും ചിത്രകാരികളുമാണ് ചിത്രശലഭങ്ങൾ എന്ന് പറയാൻ കാരണമെന്ത്? ഉത്തരം, ചിത്രശലഭങ്ങൾക്ക് 2 ചിറകുകളുണ്ട്. അവയാണ് ചിത്രശലഭങ്ങളുടെ കൈകൾ എന്ന് കവി പറയുന്നത്. 2 കൈകളിലും ചിത്രങ്ങൾ പിടിച്ചാണ് അവർ പറന്നു നടക്കുന്നത്. ചിത്രശലഭങ്ങളിലും ആണിനെയും പെണ്ണിനെയും കാണാം. അതുകൊണ്ടാണ് ചിത്രകാരന്മാരും ചിത്രകാരികളും എന്ന് കവി പറയുന്നത്. നെക്സ്റ്റ്, വൈരൂപ്യവും സൗന്ദര്യവും കൂട്ടിക്കെട്ടിയതാണ് ചിത്രശലഭങ്ങളുടെ ജീവിതം. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഉത്തരം, ചിത്രശലഭങ്ങൾക്ക് പല ജന്മങ്ങളുണ്ടെന്ന് പറയാം. പ്യൂപ്പയായി ധ്യാനത്തിലിരുന്ന ശേഷം വൈരൂപ്യവും സൗന്ദര്യവും കൂട്ടിക്കെട്ടി സൗന്ദര്യമില്ലായ്മയെ സൗന്ദര്യമാക്കി മാറ്റുകയാണ് ചിത്രശലഭങ്ങൾ. മനോഹരമായ ചിറകുകൾക്ക് നടുവിൽ സുന്ദരമല്ലാത്ത ശരീരമുണ്ട്. മനോഹരമായ ചിറകുകൾ ഈ ശരീരത്തോടാണ് ചേർന്നിരിക്കുന്നത്. പുഴുക്കളായുള്ള കാലം കഴിഞ്ഞ് ചിത്രശലഭമാകുമ്പോൾ ഉണ്ടാവുന്ന അവയുടെ മനോഹരമായ ചിറകുകളാണ് നമ്മെ ആകർഷിക്കുന്നത്. അടുത്ത ചോദ്യം, ചിത്രശലഭങ്ങളുടെ ജീവിതവും മനുഷ്യന്റെ ജീവിതവും ഒന്നു തന്നെയാണ്. ഇതിനെ സമർത്ഥിക്കാൻ കവിതയിൽ കാണുന്ന തെളിവുകൾ എന്തെല്ലാം? ഉത്തരം, മനുഷ്യൻ തന്റെ ബാല്യകാലത്ത് ചിത്രശലഭങ്ങളെ പോലെയാണ് പാറി നടക്കുന്നത്. വളരെ നിഷ്കളങ്കമായ ഒരു കാലഘട്ടമാണത്. വലുതാവുമ്പോൾ ചിറകുകൾ കൊഴിഞ്ഞ പൂമ്പാറ്റ പുഴുവിന്റെ അവസ്ഥയിലാകുന്നു മനുഷ്യർ. ചിറകുകൾ നഷ്ടമായാൽ ചിത്രശലഭങ്ങൾ ഇഴഞ്ഞു നടക്കുന്ന പുഴുക്കൾ മാത്രമാണ്. ചിറകുകളാണ് മനുഷ്യരെയും ചിത്രശലഭങ്ങളെയും പറക്കാൻ സഹായിക്കുന്നത്. ചിറകുകൾ നഷ്ടമായാൽ ചിത്രശലഭങ്ങളും മനുഷ്യരും ഒരുപോലെ തന്നെയാവും. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ചിത്രശലഭങ്ങൾ ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സും പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.